തൃശൂർ പൂരത്തോടനുബന്ധിച്ച് വനം വകുപ്പ് പുതിയ ഉത്തരവിറക്കി. വനമന്ത്രി നിർദ്ദേശിച്ച പ്രകാരമാണ് തിരുത്തിയ ഉത്തരവ്. ആനകളുടെ ആരോഗ്യം പരിശോധിക്കാൻ വെറ്ററിനറി ഡോക്ടർമാർക്ക് ചുമതല നൽകുന്നതാണ് ഉത്തരവ്. RRT അംഗങ്ങളുടെ എണ്ണം 5 ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ KR സാജു ചേരുന്നുണ്ട്. സാജു, പുതിയ ഉത്തരവിലെ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇതോടുകൂടി നിലവിൽ നിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചോ? രേഷ്മ, പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ ഉത്തരവിൽ 2 കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുന്നു എന്നാണ് വിശദീകരിക്കുന്നത്. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിനാണ് ഈ തിരുത്ത് എന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് അതിനകത്ത് പറയുന്നത്, നേരത്തെ ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളിലെ 12ാമത്തെ ഇനം സംബന്ധിച്ച് പ്രധാനമായും ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആനകളുടെ പരിശോധന, ഫിറ്റ്നസ് ഉറപ്പാക്കുന്ന പരിശോധന വനം വകുപ്പ് നടത്തുമെന്നായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്ന. അതിൽ ദേവസ്വങ്ങളുടെ ആവശ്യപ്രകാരം മാറ്റം വരുത്തി അത് നടത്തുന്നത് വെറ്റിനറി ഡോക്ടർമാരായിരിക്കും എന്ന രീതിയിലേക്ക് ആ ഉത്തരവിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. അതിനു വേണ്ട ആവശ്യമായ സൗകര്യങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുമെന്നാക്കി ആ ഉത്തരവിന്റെ ആ ഭാഗം തിരുത്തിയിരിക്കുന്നു. മറ്റൊന്ന്, ഉത്തരവിലെ നേരത്തെ ഇറക്കിയ മാർഗനിർദ്ദേശത്തിലെ 77ാമത്തെ ഇനമായി RRT ടീമുകളുടെ എണ്ണം സംബന്ധിച്ച് ഒരു തർക്കമുണ്ടായിരുന്നു. ഇത്രയധികം RRT അംഗങ്ങളെ പറ്റില്ല എന്ന നിലപാടായിരുന്നു പൂരത്തിന്റെ സംഘാടകർക്ക് ഉണ്ടായിരുന്നത്. അത് 5 പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഇതോടുകൂടി പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളും മറ്റുള്ളവരുമൊക്കെ ഉയർത്തിയ പരാതികൾക്കുള്ള പരിഹാരമാവുകയാണ്. ഇതോടുകൂടി പൂരം നടത്തിപ്പ് കൂടുതൽ സുഗമമാവുകയും ചെയ്യും. രേഷ്മ.